5 ഫുഡ് ഉണ്ടാവും. 5 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും. 5 അർഹതപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കണം. ടൈം ലിമിറ്റ് ഇല്ല. ടൈമിംഗ് എടുത്തോ, വിഷയമില്ല. ഓക്കെ. അപ്പോൾ ഇരിട്ടി ടൗണിൽ 5 അർഹതപ്പെട്ടാൽ കണ്ടെത്തി ഭക്ഷണം കൊടുക്കണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ അല്ലേ? ആ, അപ്പോൾ ഇതാ ഭക്ഷണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വാ. ഭക്ഷണം കഴിച്ചോ? അപ്പൊ ഭക്ഷണം കൊണ്ട് വന്നാ ചേച്ചി ഫുഡ് കഴിച്ചായിരുന്നോ? ഫുഡ് കഴിച്ച? അല്ല, ഞങ്ങളിങ്ങനെ ഒരു ഫുഡിന്റെ ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് വാങ്ങിക്കുന്നോ? ഫ്രീയാ? ആ, കറി ഇവിടെ ചേട്ടാ ഫുഡ് കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണം തരട്ടെ? ഭക്ഷണം തരട്ടെ? കഴിക്കൂലേ? ഓക്കെ. അപ്പോൾ 5 ആക്കുള്ള ഭക്ഷണം ഇവർ കൊടുത്തിട്ടുണ്ട്. അർഹതപ്പെട്ടാക്ക് 5 ആക്ക് തന്നെ കറക്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഫുഡ് കഴിച്ചാ? നമ്മള് ഫുഡ് കഴിച്ചു. കോളേജിട്ട് കഴിച്ചില്ല. നമുക്കിപ്പോൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാനും 5 അർഹതപ്പെട്ടാക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേണ്ട അനുഭവം എന്താണ്? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതേപോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നുകൊണ്ട് അതിന്റെ ഒരു ത്രില്ലും എക്സൈറ്റ്മെന്റും ഉണ്ട്. പിന്നെ ഭയങ്കര സന്തോഷം കൊടുത്തു കഴിഞ്ഞപ്പോൾ. ഹാപ്പിനെസ്സോടെ നമുക്കും മനസ്സിലൊരു ഇങ്ങനെ മനസ്സിൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് ഇനി ഇങ്ങനെ ഉണ്ടാവും. എനിക്ക് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളെ കണ്ടുമുട്ടിയതിന് സന്തോഷമുണ്ട്. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഭക്ഷണത്തിനോട് കുറെ സമയം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ തന്നെ ഇതായിട്ട് വരുന്നൊരു അവസ്ഥ. വളരെ സന്തോഷമായി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ചെയ്ത നല്ലൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അത് സമൂഹത്തിന് വലിയൊരു മാതൃകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്രാൻഡ് ബസാറിന്റെ വക നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് തരാം. നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിനുള്ള ഒരു ചലഞ്ചിന് നല്ലൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഗ്രാൻഡ് ബസാറിന്റെ വകയുള്ള ഗിഫ്റ്റാണ്. ഹാപ്പി അല്ലേ? ഇതിനും കൂടി ഹാപ്പി ആയ സംഭവം തരട്ടെ. ഗ്രാൻഡ് ബസാറിന് ഒരു പർച്ചേസ് വൗച്ചർ ഉണ്ട്. 1000 റുപ്പീസിന്റെ പർച്ചേസ് വൗച്ചറാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ 1000 രൂപക്ക് ഗ്രാൻഡ് ബസാർ പോയി എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാം. ഇപ്പൊ തന്നെ പോയി പർച്ചേസ് ചെയ്തോ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ. ഇതേപോലത്തെ കുറെ കാര്യങ്ങളിൽ നമ്മൾ ഇനിയും കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലുണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.